ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരിഫ അൻസാർ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടം 10th പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ടല്ല, അതിനോടനുബന്ധിച്ച മാക്സിമം വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ഘട്ടങ്ങൾ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനപ്രദമായ ഒന്നാണിത്. അപ്പോൾ നോക്കാം നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക്. അതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ചായിരുന്നു അല്ലേ? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന ചോദ്യമായിരുന്നു നമ്മൾ പഠിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുവാനായിട്ട് നിലവിൽ വന്ന രൂപീകരിക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നത്. 1946 ഡിസംബർ 6-ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു, ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസംബർ 9-നാണ് ഇതേ സെയിം വർഷം ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം ചേരുന്നതെന്നും ഡിസംബർ 11-ന് നിയമനിർമ്മാണ സഭയ്ക്കൊരു സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം ചുമതലയേൽക്കുന്നു എന്നും പറഞ്ഞു. ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായെന്നും ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയതെന്നും നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി നോക്കാം, മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്ന ദിവസം, അതായത് ഭരണഘടന മുഴുവൻ എഴുതി തയ്യാറാക്കി കഴിഞ്ഞ് അതിൻ്റെ ആ കരട് രൂപം, ആ ഡ്രാഫ്റ്റ് അംഗീകരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി പൂർത്തിയാക്കിയ ദിവസം, ആ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1949 നവംബർ 26. അപ്പോൾ എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഈ പറഞ്ഞ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടന എഴുതി പൂർത്തിയാക്കിയ ദിവസം, അല്ലെങ്കിൽ എഴുതി പൂർത്തിയാക്കിയ ഭരണഘടനയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ദിവസം. ഈ രണ്ട് ഫാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ആ ഡേറ്റ് ഒരേ ഒരു ഡേറ്റാണ്, 1949 നവംബർ 26. അപ്പം നവംബർ 26-ന് തന്നെ നമ്മുടെ ഭരണഘടന എഴുതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. പക്ഷേ അത് നിലവിൽ വന്നോ? നിലവിൽ വന്നില്ല. നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26-നാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. പക്ഷേ 1949 നവംബർ 26-ന് തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരുന്നു. ദെൻ ഈ ഡേറ്റ് നവംബർ 26 നിയമദിനമായും ഭരണഘടനാ ദിനമായും ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദേശീയ നിയമദിനം നവംബർ 26, ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടന കരട് എഴുതി പൂർത്തിയാക്കിയ ദിവസം നവംബർ 26. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയുടെ കരട് അംഗീകരിച്ച ദിവസം നവംബർ 26. ഇനി നോക്കാം, എത്ര കമ്മിറ്റികൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു? എത്ര കമ്മിറ്റികളാണ്? 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 22 കമ്മിറ്റികളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 22 കമ്മിറ്റികൾ. അപ്പോൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അതിലൊരു കമ്മിറ്റിയെക്കുറിച്ചാണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുവാൻ തന്നെ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ.
അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. കാരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ BR അംബേദ്കർ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ ആണല്ലോ. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഭരണഘടനയുടെ അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ 21A തന്നെയാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. തീർച്ചയായും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതനുസരിച്ച് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നിരിക്കുന്നത് 2010 ഏപ്രിൽ 1 അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ഓപ്ഷൻസിലേക്ക് വരാം. പ്രസ്താവന 1ഉം 4ഉം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ശരിയായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേന കൊണ്ട് ആ ക്വസ്റ്റ്യനിൽ ശരിയായതാണോ തെറ്റായതാണോ ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ ആ ഒരു ടേം അണ്ടർലൈൻ ചെയ്തിട്ട് വേണം താഴേക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ശരിയായതാണോ തിരഞ്ഞെടുക്കേണ്ടത്, തെറ്റായതാണോ, ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ആ ഒരു വസ്തുത നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. എന്താണ് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്? ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായത് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചപ്പോൾ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രസ്താവന 1ഉം 4ഉം, പ്രസ്താവന 1, 2, 3, പ്രസ്താവന 4 മാത്രം, പ്രസ്താവന 1ഉം 2ഉം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. ഒരു സംശയവുമില്ല, മലാല യൂസഫ്സായ്. ഇനി നോക്കാം മറ്റ് വിവരങ്ങൾ. നോക്കാം മലാല യൂസഫ്സായുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം മലാല യൂസഫ്സായിക്കും നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. കൈലാസ് സത്യാർത്ഥിയും മലാല യൂസഫ്സായും ഒരേ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ വസ്തുതയ്ക്ക് വേണ്ടിയാണ് പോരാടിയത്. എന്തിനു വേണ്ടിയായിരുന്നു അത്? അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് കൈലാസ് സത്യാർത്ഥിയും മലാല യൂസഫ്സായും പോരാടിയത്? അത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. കൈലാസ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. കൈലാസ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേല നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കൈലാസ് സത്യാർത്ഥി. ബാലവേല നിരോധനം കൊണ്ടുവരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അതുപോലെ തന്നെ മലാല ദിനം ജൂലൈ 12. അപ്പോൾ വളരെ കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വയ്ക്കാം. ലോക ബാലവേല വിരുദ്ധ ദിനമാണെങ്കിൽ അത് ജൂൺ 12, മലാല ദിനമാണെങ്കിൽ അത് ജൂലൈ 12. അപ്പോൾ മലാല യൂസഫ്സായും കൈലാഷ് സത്യാർത്ഥിയും ഒരുപോലെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പൊരുതിയത്. അപ്പോൾ ഇതിൽ ബാലവേല നിരോധിക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായിട്ട് കൈലാഷ് സത്യാർത്ഥി ശബ്ദമുയർത്തിയത്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനവും ജൂലൈ 12 മലാല ദിനവുമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ കൈലാസ് സത്യാർത്ഥിയുടെ ഒരു സംഭാവനയാണ് റഗ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വീവ് എന്നറിയപ്പെടുന്നത്. റഗ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വീവ്. എന്താണ് റഗ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വീവ്? നമ്മൾ കാണുന്നുണ്ടല്ലേ, അഗ് മാർക്ക്, അങ്ങനെ പല മാർക്കുകളും, അതായത് ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സിലൊക്കെ ഇങ്ങനെയുള്ള മാർക്കിങ്ങുകൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു മാർക്കിംഗ് ആണ് ഇത്തരത്തിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ റഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാലവേല വിമുക്തമായിട്ടുള്ള പ്രൊഡക്റ്റാണത്. ബാലവേല ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നമാണ് അത് എന്ന് കാണിക്കുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഇതെന്ന് പറയുന്നത് റഗ് മാർക്ക് എന്ന് പറയുന്നത്. ഈ റഗ് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഈ ഗുഡ് വീവ് അല്ലെങ്കിൽ റഗ് മാർക്കിൻ്റെ അതിൻ്റെ സംഭാവന ചെയ്തത് ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് ആരാണ്? പിംഗലി വെങ്കയ്യ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? പൈതിമാരി വെങ്കിട സുബ്ബറാവു. പൈതിമാരി വെങ്കിട സുബ്ബറാവു. തെലുങ്ക് ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തി പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ്. ദേശീയ പതാക തയ്യാറാക്കിയ വ്യക്തി പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. അതുപോലെ ദേശീയ പതാകയുടെ ആ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇത് തന്നെ ഒരു എക്സാമിന് തിരിച്ചു ചോദിച്ചിരുന്നു. അതായത് വീതിയും നീളവും തമ്മിലുള്ള അനുപാതം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും 2:3 എന്ന് തന്നെ ആൻസർ ചെയ്യണം. നീളവും വീതിയുമാണെങ്കിൽ 3:2, ലെങ്ത്തും ബ്രെഡ്ത്തും ആണെങ്കിൽ 3:2. പക്ഷേ ബ്രെഡ്ത്തും ലെങ്ത്തും ആണെങ്കിൽ, വീതിയും നീളവുമാണെങ്കിൽ 2:3. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അത്തരത്തിൽ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ്. ഓപ്ഷൻസിൽ തീർച്ചയായും രണ്ടും ഉണ്ടാകും. അപ്പോൾ നീളവും വീതിയുമാണോ, വീതിയും നീളവുമാണോ എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നീളമാണെങ്കിൽ കൂടിയ അളവ് ആദ്യം 3:2, വീതിയും നീളവുമാണെങ്കിൽ കുറഞ്ഞ അളവ് ആദ്യം, അതായത് 2:3. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തുന്നത് ആരാണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലാണ്, ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, മാഡം ഭിക്കാജി കാമയാണ്. ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ്. ഇന്ത്യയുടെ പതാക അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഉയർത്തിയത് ആര് എന്ന് ചോദിച്ചാലും സംശയം വേണ്ട, ജർമ്മനിയിൽ വെച്ച് മാഡം ഭിക്കാജി കാമ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുന്നത്. 1929 INC ലാഹോർ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പൂർണ്ണ സ്വരാജ് ആഹ്വാനം ചെയ്ത ഒരു സമ്മേളനമായിരുന്നു 1929 INC ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഉയർത്തപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു 1929 INC ലാഹോർ സമ്മേളനം. അത് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവുമാണ്. മറ്റൊരുപാട് പ്രത്യേകതകൾ 1929 INC ലാഹോർ സമ്മേളനത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റിവിഷൻസിലൊന്ന് ഉൾപ്പെടുത്തി ഒന്ന് നോക്കി തന്നെ പോവുക. നോക്കാം നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആൻ അക്കാദമിയിൽ ഇപ്പോൾ പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ PSC അധ്യാപകർ ലീഡ് ചെയ്യുന്ന 2 പ്രത്യേക ബാച്ച് കോഴ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു കംപ്ലീറ്റ് PSC ബാച്ച് കോഴ്സായ 90 ദിവസത്തെ അറിവ് എന്ന കോഴ്സും, അടുത്തത് 150 ദിവസത്തെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനമായ ജേതാവ് എന്ന കോഴ്സും.
ഈ കോഴ്സുകളിലേക്ക് ഇപ്പോൾ 20% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% നിങ്ങളുടെ ക്രെഡിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 10% കൂടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഷാഫി സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി പാർട്ട് 4Aയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഈ ഭേദഗതിയെക്കുറിച്ചും കൂടാതെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റ് ഭേദഗതികളെക്കുറിച്ചും വളരെയധികം വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അത്തരം വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം. താങ്ക്